ഹലോ ഓൾ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. നമ്മുടെ നെറ്റ് പൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം UGC നെറ്റ് സോഷ്യൽ വർക്കിലെ കഴിഞ്ഞ 2 ചാപ്റ്ററുകളിൽ നമ്മൾ കൃത്യമായിട്ട് പറയുകയുണ്ടായി. ഇതിൽ വന്ന പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനും അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ചാനലൊന്ന് എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും, അവരിലേക്ക് എന്താക്കുക, ഷെയർ ചെയ്തും കൊടുക്കുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ വർക്കിൻ്റെ മെത്തേഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മെത്തേഡ്സാണ്. നമുക്കറിയാം, സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ്സിലെ. സോ ഈ മെത്തേഡ്സിൻ്റെ കേസ് വർക്കിൻ്റെയും ഗ്രൂപ്പ് വർക്കിൻ്റെയും മെത്തേഡ് എന്ന് പറയുന്ന സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ വന്നിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതോടൊപ്പം തന്നെ പറയാനുള്ളത്, നമുക്കറിയാം നമ്മൾ പെപ്പ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ, നിങ്ങളുടെ ഈ സ്വപ്നത്തിലേക്കുള്ള ജേണിയിൽ പെപ്പ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടി പെപ്പ് ഒരുക്കുന്ന 10 ഡേയ്സിൻ്റെ ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് പേപ്പർ 1 നടക്കാൻ പോവുകയാണ്. ഏപ്രിൽ 16 മുതലാണ് നടക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ, 10ഓളം ടോപ്പിക്കുകൾ 10 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 3rd യൂണിറ്റിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്, തുടങ്ങി. നിങ്ങൾക്ക് ലൈവിലുള്ള ആളുകൾക്ക് എന്താ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പ്രസൻസ് ഒക്കെ അറിയിക്കുക. യെസ്, റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിലോസഫിക്കൽ അസംഷൻ ഓഫ് കേസ് വർക്ക്? വളരെ ബേസിക് ആയിട്ടുള്ള സോഷ്യൽ കേസ് വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം എല്ലാത്തിനും ഒരു ഫിലോസഫി ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് സോഷ്യൽ വർക്കിന് ഒരു ഫിലോസഫി ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ കേസ് വർക്കിൻ്റെ ഫിലോസഫിക്കൽ അസംഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ഇതിന് ചോദിച്ചിട്ടുള്ളത്. അതിൽ 1 കൊടുത്തിട്ടുണ്ട്, എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് ടു ബി കൺസിഡർഡ് ആസ് എ പേഴ്സൺ വിത്ത് ഡിഗ്നിറ്റി. Okay, then 2, human beings are interdependent. Option 3, there are common human needs that need to be met for growth and development. Then 4, a person should fulfill his or her dreams by any means. Okay, അപ്പോൾ ആൻസർ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചെറിയ പോയിന്റുകൾ നോക്കിയാൽ മതി. ആ ഒരു പോയിന്റിലായി കഴിഞ്ഞപ്പോൾ ആൻസർ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവുക. സോ കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അറിയാം, ഫിലോസഫിക്കൽ അസംഷൻ ഓഫ് കേസ് വർക്കാണ്. കേസ് വർക്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പൾസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെന്ന് ആലോചിച്ചാൽ തന്നെ ഇതിൻ്റെ ആൻസറോട് എത്താൻ പറ്റും. നമുക്കറിയാം ഡിഗ്നിറ്റി ഒക്കെ എന്താണെന്നുള്ള നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ് അല്ലേ? സോഷ്യൽ കേസ് വർക്കിനെ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഡിഗ്നിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഒക്കെ ഒരുപാട് കേൾക്കുന്ന കേട്ടുള്ള വേർഡുകളാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ കൊണ്ടോ നിങ്ങൾ ഡ്രീംസ് ബൈ മീൻസ്, അതായത് ഒരിക്കലും ഡ്രീംസ് ബൈ മീൻസ് അല്ല, അതായത് റിയാലിറ്റിയിൽ വന്നുകൊണ്ടുള്ള ഒരു ഫുൾഫില്ലിംഗ് ആണ് നടത്താൻ പോകുന്നത് അല്ലേ? എ പേഴ്സൺ ഷുഡ് ഫുൾഫിൽ ഹിസ് ഓർ ഹെർ ഡ്രീംസ് ബൈ എനി മീൻസ്, അതായത് അയാളുടെ ഡ്രീംസുകളല്ല, എൻ്റെ പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എംപവർമെൻ്റ് ആണ് ശരിക്കും, അല്ല അയാളുടെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആണ് എന്തുദ്ദേശിക്കുന്നത് നമ്മൾ സോഷ്യൽ കേസ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ സോഷ്യൽ കേസ് വർക്കിൻ്റെ ഒരു ഫിലോസഫിക്കൽ അസംഷൻ ആയിട്ട് വരുന്നത് എന്താണ്? അതിൻ്റെ എംപവർമെൻറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ റിയാലിറ്റി വെച്ചുകൊണ്ടല്ല, ഈ ഒരു ഡ്രീംസുകളിലേക്കുള്ള ഒരു എന്താണ് ഫുൾഫില്ലിംഗ് അല്ല. അയാൾ സ്വപ്നം കാണുന്നതൊക്കെ ഫുൾഫിൽ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ എംപവർമെൻറ്റ് എന്നുള്ളതാണ് അവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. സോ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. വാട്ട് ആർ ദ ഫിലോസഫിക്കൽ അസംഷൻ ഓഫ് സോഷ്യൽ കേസ് വർക്ക്? ഫസ്റ്റ് വൺ, ദ വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് എവറി പേഴ്സൺ അല്ലേ? എല്ലാ മനുഷ്യന്മാർക്കും വർത്ത് ഉണ്ട്, ഒക്കെ ഡിഗ്നിറ്റി ഉണ്ട്. സോ അതാണ് കേസ് വർക്കിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫിലോസഫി. ദെൻ ഹ്യൂമൻ ഇൻ്റർഡിപ്പെൻഡൻസ്. നമുക്കറിയാം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്, അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻ്റർഡിപ്പെൻഡൻസ് ആണ് അല്ലേ? ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. യൂണിവേഴ്സൽ ഹ്യൂമൻ നീഡ്സ് അല്ലേ? മനുഷ്യന്മാരൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നീഡ്സുകളുണ്ട്. യൂണിവേഴ്സൽ ബേസിക്കലി എല്ലാ മനുഷ്യന്മാർക്കും നമുക്ക് എന്താ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം അബ്രഹാം മാസ്ലോവിൻ്റെ ബേസിക് നീഡ്സ് ഓഫ് ഹൈറാർക്കിലൊക്കെ പറയുന്ന പോലെ തന്നെ ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഉണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് എന്താ യൂണിവേഴ്സൽ ഹ്യൂമൻ നീഡ്സ് കാണാൻ പറ്റും. ഇൻഡിവിജ്വാലിറ്റി ആൻഡ് യൂണിവേഴ്സാലിറ്റി അല്ലേ? യൂണിവേഴ്സാലിറ്റി, അതായത് നമുക്കറിയാം
ഓരോ പേഴ്സണും ഇൻഡിവിജ്വൽ ആണ്, യുണീക്ക് ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ചലഞ്ച് അല്ലേ, പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ചലഞ്ച്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി, സെൽഫ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെ തുടങ്ങിയവയാണെന്ത് ഫിലോസഫിക്കൽ അസംപ്ഷൻ ഓഫ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നതിൽ നമുക്ക് പറയാനുള്ളത്. സോ കൃത്യമായിട്ട് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ക്ലാസിഫിക്കേഷൻ ആൻഡ് അപ്രീഷ്യൽ ഓഫ് വാട്ട് ഈസ് എ മാറ്റർ വിത്ത് ദ പേഴ്സൺ ഹിംസെൽഫ് ഈസ് കോൾഡ്. A classification and appraisal of what is the matter with the person. Okay, ഇവിടെ ശ്രദ്ധിക്കുക, with the person himself is called etiological diagnosis, to dynamic diagnosis, 3 clinical diagnosis, 4 psychosomatic diagnosis. ഇതിൽ ഏതിലാണ് വരിക എന്നുള്ളതാണ്. ഏതൊരു അറിയാം ഡയഗ്നോസിസ് നമുക്കറിയാം, സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രോസസ്സിൽ നമ്മൾ പഠിക്കാനുള്ളതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്ന സ്റ്റെപ്സ് അല്ലേ. ആ സ്റ്റെപ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ഡയഗ്നോസിസുകളുണ്ട്. സോ ആ ഡയഗ്നോസിസിൽ ഇവിടെ പറഞ്ഞിരിക്കുക ക്ലാസിഫിക്കേഷൻ ആൻഡ് അപ്രീഷ്യൽ ഓഫ് വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് ദ പേഴ്സണുമായിട്ടുള്ള മാറ്റർ എന്താണോ അതിന് എന്താക്കുക, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഒരു അപ്രീഷിയേഷനും കൊടുക്കുന്ന ആ രീതിയിലുള്ള ഒരു ഡയഗ്നോസിസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, ആൻസർ കമൻറ്റ് ചെയ്യാട്ടോ അറിയുന്നവർ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് എന്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം നമുക്കറിയാം ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുള്ള അസുഖങ്ങളുടെ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഇവിടെ പറഞ്ഞ മാറ്റർ വിത്ത് ദ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണോ അതിനെ വ്യത്യസ്തമായി ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, നമുക്കറിയാം ഹെർബർട്ട് പേൾമാൻ, H.H. പേൾമാൻ എന്താക്കിയിട്ടുണ്ട്, ഡയഗ്നോസിസിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഡൈനാമിക് ഡയഗ്നോസിസ്, ദെൻ സെക്കൻഡ് വൺ ക്ലിനിക്കൽ ഡയഗ്നോസിസ്, തേർഡ് വൺ etiological diagnosis. ഇത് H.H. പേൾമാൻ ആണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്ന് പഠിച്ചു കേട്ടോ. 3 ഡിഫൈൻ ചെയ്ത് 3 ക്ലാസിഫൈ ചെയ്ത ആരാണ്? H.H. പേൾമാൻ ആണ്. സോഷ്യൽ കേസ് വർക്കിലെ പ്രോസസ്സിലെ ഒരു സ്റ്റെപ്പായിട്ടുള്ള ഡയഗ്നോസിസ്, ആ ഡയഗ്നോസിനെ ഡിഫറെൻറ്റ് 3 ടൈപ്സ് ഓഫ് ഡയഗ്നോസിസ് ആയി ക്ലാസിഫൈ ചെയ്ത ആരാണ്? H.H. പേൾമാൻ ആണ്. ഡൈനാമിക് ഡയഗ്നോസിസിൻ്റെ, ക്ലിനിക്കൽ ഡയഗ്നോസിസിനും എറ്റിയോളജിക്കൽ ഡയഗ്നോസിസിനും. നമുക്കറിയാം സൈക്കോസമാറ്റിക് ഡയഗ്നോസിസ് നമുക്ക് കേട്ടതായിരിക്കും അല്ലേ. ഒരാളുടെ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു രീതി ഡയഗ്നോസിസിനാണ് സൈക്കോസമാറ്റിക് ഡയഗ്നോസിസ്. നമുക്ക് അറിയാം സൈക്കോസമാറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത്, മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡിയിൽ അതിൻ്റെ ഇമ്പാക്റ്റുകൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസോർഡേഴ്സിനാണ് എന്താ പറയുന്നത് സൈക്കോസമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ആ രീതിയിലുള്ളൊരു ഡയഗ്നോസിനെയാണ് സൈക്കോസമാറ്റിക് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഫസ്റ്റ് വൺ ഡൈനാമിക് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഗിവ്സ് an understanding of the current problem of the client. Current the problem of the client and the focus the currently operating within the client within social environment and between his or her environment എന്നുള്ളതാണ്. It gives an understanding of the current problem of the ക്ലയൻറ്റ്. ഒരു ക്ലയൻറ്റിൻ്റെ കറണ്ടിലുള്ള പ്രോബ്ലം എന്താണോ അത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എന്ത് ഡൈനാമിക് ഡയഗ്നോസിസ്. ആൻഡ് ദ ഫോക്കസ് കറൻ്റ്ലി ഓപ്പറേറ്റിംഗ് വിത്തിൻ ദ ക്ലയൻറ്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണോ, അല്ലെങ്കിൽ ക്ലയൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തരുന്ന ഡയഗ്നോസിസ് ആണ് ഡൈനാമിക് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. വിത്തിൻ സോഷ്യൽ എൻവയോൺമെൻറ്റ് ആൻഡ് ബിറ്റ്വീൻ ഹിസ് ഹർ എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ഒരു വ്യക്തിയുടെ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സോഷ്യൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ. ആ രീതിയിൽ നിന്നുകൊണ്ട് എന്താക്കുക ഒരാൾക്ക് ഇപ്പം നിലവിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, അല്ലെങ്കിൽ അയാളുടെ മൊത്തം കറണ്ട് പ്രോബ്ലം എന്താണോ അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ഡൈനാമിക് ഡയഗ്നോസിസ് എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. ദ കേസ് വർക്കർ അറ്റംപ്റ്റ്സ് ടു ക്ലാസിഫൈ, ഓക്കെ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ആൻഡ് അപ്രൈസൽ ഓഫ് അല്ലേ മാറ്റർ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. മാറ്റർ വിത്ത് ദ പേഴ്സൺ എന്നുള്ള നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ദ കേസ് വർക്കർ അറ്റംപ്റ്റ്സ് ടു ക്ലാസിഫൈ ദ ക്ലൈന്റ് ബൈ ദ നേച്ചർ ഓഫ് ഹിസ് സിക്നെസ് ഓർ പ്രോബ്ലം. അതായത് ഒരു ഒരു പേഴ്സണലായിട്ടുള്ള എന്താ പറയുക അസുഖത്തിൻ്റെ ഒരു ക്ലൈൻറ്റിൻ്റെ
പ്രോബ്ലം സിക്നെസ്സിൻ്റെയോ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെയോ നേച്ചർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് ആണ്. ക്ലാസിഫൈ ചെയ്തുകൊണ്ട് കേസ് വർക്ക് നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ആണ് എന്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഹി ഐഡൻറ്റിഫൈ സർട്ടൻ ഫോംസ് ഓഫ് ആൻഡ് ക്ലയൻസ് പേഴ്സണാലിറ്റി. ഇവിടെ എന്താണ് ആ ഒരു ക്ലയൻറ്റിന് പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. മാൽ ഓപ്ഷൻസ് ആൻഡ് മാൽ ഫങ്ഷൻ ഈസ് ഇൻ ഹീസ് ബിഹേവിയർ. അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ ഉണ്ടാകുന്ന മാൽ ഫങ്ഷനിങ്ങും മാൽ അഡാപ്ഷൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ആണ് എന്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്നത്. എന്നാൽ എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ആ പ്രോബ്ലത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി എങ്ങനെയാണ്, അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, കൂടുതലായിട്ട് ആ ഒരു പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയും അതെങ്ങനെ വന്നു എന്നതിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഡയഗ്നോസിസ് ആണ് എന്ത് ഇറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. ഇറ്റ്സ് കൺസേൺ വിത്ത് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ബിഗിനിങ്സ് ആൻഡ് ലൈഫ് ഹിസ്റ്ററി ഓഫ് പ്രോബ്ലംസ് ഓഫ് ദ client, basically those problems that lie in the client's personality makeup of the function. ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഇത് ഈ ഒരു പേഴ്സണാലിറ്റിൻ്റെ ഫങ്ഷനിങ് ഒക്കെ ബാധിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ് എന്ത് ഈ ഒരു പ്രോബ്ലം. സോ ആ പ്രോബ്ലത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ലൈഫും അതിൻ്റെ ബിഗിനിങ് ഒക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക ഈ ഒരു ഇറ്റിയോളജിക്കൽ ഡയഗ്നോസിസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. കാര്യമായിട്ട് മനസ്സിലാക്കുക 3 ഡയഗ്നോസിസുകളാണുള്ളത്. ആ 3 ഡയഗ്നോസിസുകളും എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഗ്രൂപ്പ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്നുള്ളത്. ഗ്രൂപ്പ് വർക്ക് സ്കിൽസ് ആർ പ്രൊസീജിയറൽ ആൻഡ് ഇൻട്രാക്ഷണൽ. അറിയാവുന്ന കാര്യമാണ് അല്ലേ. സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊസീജിയറൽ ആൻഡ് ഇൻട്രാക്ഷണലാണ്. റൂബി പേർണൽ അല്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്കറാണ്. റൂബി പേർണൽ ഡിസ്ക്രൈബ്സ് them as the steps in a methodological knowledgeable procedure of giving help. Arrange the steps in order. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്. ആ സ്റ്റെപ്സിനെ ഓർഡർ ആക്കിയിട്ടുണ്ട് റൂബി പേർണൽ എന്ന് പറയുന്ന സോഷ്യൽ വർക്കർ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, ഓർഡർ ആക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ അറേഞ്ച്, അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ദ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എ സ്റ്റഡി, ബി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഫഷണൽ പേർപ്പസ്, സി ഡയഗ്നോസിസ്, ഡി ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ്, ദെൻ ലാസ്റ്റ് വൺ സെലക്ഷൻ ഓഫ് ഗോൾസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആ ഒരു ഓർഡർ വരിക എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സോഷ്യൽ കേസ് വർക്ക് നമുക്ക് ആദ്യം എന്താണ് സ്റ്റഡിയാണ് ആദ്യം നടത്തുക അല്ലേ. ആദ്യം ഇൻടേക്ക് ആണ്, ദെൻ സ്റ്റഡി ആണ്, ദെൻ എന്താണ് ഡയഗ്നോസിസ് ആണ്, ദെൻ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. സോ നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത്. ഓപ്ഷൻ 1 ബി എ സി ഡി ഇ, ഓപ്ഷൻ 2 എ ഇ ബി സി ഡി, ഓപ്ഷൻ 3 എ സി ബി ഇ ഡി, ഓപ്ഷൻ 4 ബി എ സി ഡി. ഓക്കെ, ഇവിടെ നോക്കുന്നത് തരാം. ഓക്കെ, ആദ്യം സ്റ്റഡി നടത്തണം. എന്തിനായാലും എന്താണ് ഫസ്റ്റ് സ്റ്റഡി നടത്തണം. സോ സ്റ്റഡി നടത്തണം. നോക്കുന്നത് എ ആണ് സ്റ്റഡി. ഇവിടെ 1 വരില്ല, വിയും വരില്ല, കാരണം സ്റ്റഡി ആദ്യം നടക്കണം. ഓക്കെ, സ്റ്റഡിയാണ് ആദ്യം നടക്കേണ്ടത്. ആ സ്റ്റഡി ആദ്യം നടന്നു കഴിഞ്ഞാൽ അടുത്ത എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ യെസ്, സോ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്താണ് ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് എന്താണ് ഈ ആണ് സെലക്ഷൻ ഓഫ് ഗോൾസ്. അതായത് നമ്മൾ സ്റ്റഡി നടത്തുന്നു, ആ സ്റ്റഡിയുടെ ബേസ് എന്താകുന്നു നമ്മൾ വ്യത്യസ്തമായുള്ള കൃത്യമായ ഗോൾസുകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് വർക്ക് നടക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിനെ കുറിച്ച് എന്താകുന്നു നമ്മൾ കൃത്യമായി സ്റ്റഡി നടത്തുന്നു. ആ സ്റ്റഡി നടത്തിയിട്ട് എന്താണ് ഒരു ഗോൾ എന്താണ് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ ഒരു ഗോൾ എന്താണെന്നുള്ളത് എന്താണ് തീരുമാനിക്കുന്നത് സെലക്ഷൻ ഓഫ് ഗോൾസ്. ദെൻ ആ ഒരു സെലക്ഷൻ ഓഫ് ഗോൾസ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഫഷണൽ പേർപ്പസ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പേർപ്പസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ തേർഡ് നെക്സ്റ്റ് എന്താണ് ഡയഗ്നോസിസ് ആണ്. ലാസ്റ്റ് വൺ എന്താണ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ മനസ്സിലാക്കുന്നത് ജസ്റ്റ് ഒരു ലോജിക്കൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കൂടി എന്താക്കുക നമ്മൾ ചിന്തിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെഷനിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഈസ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ ചോദിച്ചത് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ 1 പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ 2 റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, ഓപ്ഷൻ 3 പ്രോബ്ലംസ് ഓഫ് സോൾവിങ്, ഓപ്ഷൻ 4 സോഷ്യലൈസേഷൻ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ആക്ച്വലി ഇതൊക്കെ എന്താണ് എല്ലാം ഒബ്ജക്റ്റീവാണ് അല്ലേ, സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ഒബ്ജക്റ്റീവാണ്. പക്ഷേ ഇവിടെ ചോദിച്ചത് എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്, പ്രോബ്ലം സോൾവിങ് ആണ്. കാരണം അറിയാം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ ആളുകൾ എന്താണോ ആദ്യം ആ ഗ്രൂപ്പിലെ ആളുകൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആൾക്ക് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ടു സോൾവ് പ്രോബ്ലം
അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് സോൾവ് ദ പ്രോബ്ലം ഓഫ് അവരുടെ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ അവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവരുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട്. അപ്പോൾ ഗ്രൂപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്യണ്ടേ, എന്നാൽ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാവും, ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവും. സോ ആ പ്രോബ്ലത്തിന് എന്താണ് സോൾവ് ചെയ്യാണ് ആദ്യം ചെയ്യുക. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഈസ് എന്താണ് പ്രോബ്ലം സോൾവിങ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലി നോക്കണമെന്ന് കൃത്യമായിട്ട് റെഫർ ചെയ്യുക. എല്ലാം കൂടി കാര്യങ്ങൾ എന്താകാനില്ല, ലൈവിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ എന്താക്കുക, ഇത് നിങ്ങൾക്ക് ഓരോ ഹിൻറ്റുകളാണ്. അതുപോലെ തന്നെ ആ ഹിൻറ്റുകൾ വെച്ചിട്ട് എന്താക്കുക, നിങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്യുക. ഒരുപാട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. സോ അതോടൊപ്പം തന്നെ നമുക്ക് എന്താകുന്നുണ്ട്, നമുക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകളും ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസൊക്കെ അവൈലബിൾ ആയിട്ട് നമ്മൾ ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ആക്സസ് നൽകുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതിൻ്റെ ക്യാമ്പയിൻ നടക്കുകയാണ്. സോ എന്താണ്, നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും, അതുപോലെ റെക്കോർഡ് സെഷൻസുകൾ കേൾക്കാൻ പറ്റും, മെറ്റീരിയൽസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. സോ ഇപ്പം തന്നെ പോയിട്ട് എന്താക്കുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്സസ് നേടിയിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. സോ നന്നായി പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് എന്താക്കണം, നമ്മുടെ ആഗ്രഹമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള ഈ ഒരു നെറ്റ് ഓർ JRF എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു അടുത്തൊരു എപ്പിസോഡ് വരെയും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.